വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി ആർഎസ്എസ് പത്രാധിപർ എൻ.ആർ. മധു. വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും എൻ.ആർ. മധു കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു പരാമർശം. കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പ് വിവരങ്ങളുമായി ഷമീറാണ് ചേരുന്നത്. ഷമീർ, വളരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെ പാട്ടും കൂത്തും അമ്പലപ്പറമ്പിൽ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് വേടനെതിരെ. എന്താണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ആർഎസ്എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപരാണ് എൻ.ആർ. മധു. എൻ.ആർ. മധു കഴിഞ്ഞ ദിവസം കുണ്ട്രയിലെ ഒരു ഉത്സവ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം, അമ്പലത്തിലെ ക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. വേടന്റെ പാട്ടുകൾക്ക് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ വരും തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടന്റെ പാട്ടുകളെന്നും അദ്ദേഹം പറയുന്നു. വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും പറഞ്ഞു. ആളുകൂടാൻ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പുകളിൽ ക്യാബറേ ഡാൻസ് വെക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആഹാരത്തിൽ തൃപ്തി തോന്നണമെങ്കിൽ ഇപ്പോൾ അറേബ്യൻ ഫുഡ് കഴിക്കണമെന്നും അദ്ദേഹം പരാമർശിച്ചു. ഷവർമ എന്നാൽ ശവവർമ്മയാണ്. ഷവർമ കഴിച്ചവരെല്ലാം മരിച്ചവരെല്ലാം വർമ്മമാരാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഷവർമ കഴിച്ചവരെല്ലാം മരിച്ചവരാണെന്നും വർമ്മമാരാണ് ഷവർമ കഴിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ പ്രസംഗം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഈ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാതി. ശരി ഷമീർ, എന്തായാലും അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗം, പരാമർശം തന്നെയാണ് ഇപ്പോൾ ആർഎസ്എസിന്റെ പത്രാധിപർ എൻ.ആർ. മധു നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട് എന്നതടക്കമുള്ള തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയത്.